സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. 2 ദിനവൃത്താന്തം അധ്യായം 7, 15, 16 തിരുവചനങ്ങൾ. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സത്യവേദ പുസ്തകത്തിലെ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15, 16 തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം ദൈവാലയത്തിൽ വാഗ്ദാനം ചെയ്യുന്നതാണ് നാം കേൾക്കുവാനിടയായത്. നാം എല്ലാവരും ദൈവാലയത്തിൽ പോകുന്നവരാണ്. പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ, ഇങ്ങനെ ആത്മീയമായ അനുഗ്രഹത്തിനായി, അഭിഷേകത്തിനായി നാം ദൈവാലയത്തിൽ പോകുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാലയത്തെ സംബന്ധിച്ച് ഒരു വലിയ ദർശനം ശലോമോൻ രാജാവിന് ദൈവം നൽകി. ദൈവാലയം നിർമ്മിക്കുവാനും പ്രാർത്ഥിക്കുവാനും ശലോമോൻ രാജാവ് തന്നെ സമർപ്പിക്കുകയാണ്. ദൈവാലയം അതിമനോഹരമായി നിർമ്മിച്ച ശലോമോൻ രാജാവ് ആ ദൈവാലയത്തിൽ ആയിരുന്നുകൊണ്ട് തൻ്റെ 2 കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ശേഷം ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമായി നൽകുന്ന വാഗ്ദാനങ്ങളുമാണ് 2 ദിനവൃത്താന്ത പുസ്തകം 7, അതുപോലെ 6 എന്നീ അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഈ ദൈവാലയത്തിലുണ്ടായിരിക്കുമെന്നാണ് ദൈവം നാം വായിച്ചു കേട്ട വചനത്തിൽ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. നാം ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുവാനൊക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം അക്ഷരികമായി നിറവേറുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിൻ്റെ ആലയത്തിൽ അതുകൊണ്ടാണ് നമുക്ക് വിട്ടുപിരിയാതെ ഇരിക്കുവാനായിട്ട്, വസിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടാകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടം, ദൈവത്തിൻ്റെ ഹൃദയവും ദൃഷ്ടിയും മനസ്സും വസിക്കുന്ന ഇടം, അവിടെ കടന്നുപോയി പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്, വലിയ നന്മയ്ക്ക്, വലിയ ആശീർവാദത്തിന് കാരണമായിത്തീരും. അതെ, ഓരോ കൂട്ടായ്മയിലും ദൈവം തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. തൻ്റെ
ദൃഷ്ടിയും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കുമെന്നും അരുളി ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എങ്ങനെ ഇന്ന് ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്. എങ്ങനെ ഇന്ന് ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്. നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ധൈര്യമതേകി. നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ധൈര്യമതേകി. വഴി നടത്തി എത്ര അതിശയമായി നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. ചെങ്കടൽ പിന്നിൽ ഫറവോൻ സൈന്യം എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. മുന്നിൽ ചെങ്കടൽ പിന്നിൽ ഫറവോൻ സൈന്യം എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ആശകളേകി. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ആശകളേകി. വഴി നടത്തി എത്ര അതിശയമായി നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ